ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ അല്ലാഹുമ്മ സല്ലി വസല്ലിം വബാരിക് വഅൻഇം അലാ അബ്ദിക വനബിയിക വറസൂലിക മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി വബഅദ്. ഒന്നാമത്തെ ഹദീസ് നമ്മൾ ബുലൂഗുൽ മറാമിൽ ജുമുഅയുടെ ബാബുൽ ജുമുഅയിൽ അവസാനത്തെ ഭാഗമാണ്. അതിൽ ഒന്നാമത്തെ ഹദീസ് ജാബിർ റളിയല്ലാഹു അൻഹു നിന്നാണ്. അൻ ജാബിർ റളിയല്ലാഹു തആല അൻഹു أن رسول الله عن جابر رضي الله تعالى عنه أن رسول الله صلى الله عليه وسلم قال مضت السنة أن في كل 40 فصاعدا جمعة. ഞാൻ വായിക്കണതിൽ തെറ്റുണ്ടെങ്കിൽ പറയണം കേട്ടോ. مضت السنة أن في كل 40 فصاعدا جمعة റവാഹു ദാറഖുത്നി ബിഇസ്നാദിൻ ദഈഫ്. അല്ലേ, ദാറഖുത്തിൻ്റെ റിപ്പോർട്ടാണിത്. ഒന്നാമത്തെ ഹദീസിൽ ഇവിടെ ഇതിൽ ജാബിർ റളിയല്ലാഹു അൻഹു നിന്നാണ് ഹദീസ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്നാണ് ജാബിർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നത്. എന്താ ഹദീസിൻ്റെ പൊരുൾ? മദതി സുന്നത്തു അന്ന ഫി കുല്ലി 40 ഫസാഇദൻ ജുമുഅ. എന്താ സുന്നത്ത് നടപ്പിലായിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചര്യ നടപ്പിലായിട്ടുണ്ട്. അന്ന ഫി കുല്ലി 40 എല്ലാ 40 ആളുകളിലും ഫസാഇദൻ. എന്താ ഫസായിദൻ? അതിന് മുകളിലുള്ളവരിലും 40ഉം 40ന് മുകളിലുള്ളവരിലും എന്തുണ്ടാവും? ജുമുഅ സംഘടിപ്പിക്കപ്പെടും. അപ്പോൾ 40 ആളുകൾ, 40ൽ കൂടുതൽ, 40ൽ പരം ആളുകൾ, അവരിലാണ് ജുമുഅ സംഘടിപ്പിക്കപ്പെടുക എന്നത് എന്താണ്? മദത്തി സുന്നത്ത് തിരുചര്യ നടപ്പിലായ വിഷയമാണ്. തിരുചര്യ അപ്രകാരം നടപ്പിലായിരിക്കുന്നു എന്നാണ് പറയുന്നത്. മദത്തി സുന്നത്തു അന്ന ഫി കുല്ലി 40 ഫസാഇദൻ ജുമുഅത്തൻ. ഓരോ 40ഉം അതിൽ കൂടുതൽ, 40ൽ പരം അവധിയിലാണ് ജുമുഅ സംഘടിപ്പിക്കപ്പെടുക എന്ന വിഷയത്തിൽ മദത്തി സുന്ന തിരുചര്യ ഉണ്ടായിരിക്കുന്നു. ജറത്തി സുന്ന എന്നുള്ള അർത്ഥം. ഇതാണ് ജാബിർ റളിയല്ലാഹു അൻഹു എന്നുള്ള നിവേദനം. ഈ ഹദീസ് ഇമാം ദാറഖുത്നി ബി ഇസ്നാദിൻ ദഈഫായ സനദോട് കൂടി റിപ്പോർട്ട് ചെയ്തു എന്നാണ് ഇബ്നു ഹജർ പറയുന്നത്. മനസ്സിലായില്ലേ? അതിന് ഇസ്നാദുൻ ദഈഫായ സനദ് എന്ന് പറയാൻ കാരണം ഈ അബ്ദുൽ അസീസ് ഇബ്നു അബ്ദുറഹ്മാൻ ഇബ്നു റാജിഹ് എന്ന് പറയുന്ന റാവിയാണ് റഹ്മത്തുള്ളാഹി. ശരിക്കും ഈ ഹദീസ് റവാഹു ദാറഖുത്നി ബി ഇസ്നാദിൻ ദഈഫ് എന്നല്ല പറയുന്നത്. പിന്നെയോ ഈ ഹദീസ് ദഈഫുൻ ജിദ്ദൻ, തീർത്തും ദുർബലാണ്. കാരണം ഈ അബ്ദുൽ അസീസ് ഇബ്നു അബ്ദുറഹ്മാൻ ഇബ്നു റാജി എന്ന് പറയുന്ന റാവി, അയാളുടെ ഹദീസിനെ എറിയാനാണ്, അല്ലെങ്കിൽ അതിനെ അടിക്കാനാണ് ആര് പറഞ്ഞത്? വിഗണിക്കാനാണ് ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്. ഒന്നുകിൽ അത് മക്ദൂബായിരിക്കും, അല്ലെങ്കിൽ മൗദൂആയിരിക്കും എന്നാണ്. വ്യാജനിർമ്മിതമായിരിക്കും, അല്ലെങ്കിൽ അത് കളവായിരിക്കും എന്നാണ് അബ്ദുൽ അസീസ് ഇബ്നു റാജിഹ്. അപ്പോൾ വ്യാജനിർമ്മിതമായിരിക്കും ഈ ഹദീസ്, അതുകൊണ്ട് അത് എടുക്കരുത് എന്നാണ്. മനസ്സിലല്ലേ? ആ റാവി തീർത്തും ദുർബലനാണ്. അതുകൊണ്ട് തന്നെ ഹദീസ് ദഈഫല്ല. പിന്നെയോ ഹദീസ് ദഈഫുൻ ജിദ്ദനാണ്, തീർത്തും ദുർബലാണ്. ഈ ഹദീസ് ഇപ്പം സഹീഹാണെങ്കിൽ ഇതെന്താ അറിയിക്കണേ? ജുമുഅക്ക് 40 ആൾ വേണം എന്നുള്ളതാണ്. ജുമുഅക്ക് 40 ആൾ വേണം എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹിയും അതേപോലെ തന്നെ ഹംബലി ഫുഖഹാക്കളിൽ ഇമാം അഹ്മദിൻ്റെ ഒരു റിവായത്തുമൊക്കെ ജുമുഅക്ക് എത്ര ആൾ വേണമെന്നാണ്? ചുരുങ്ങിയത് 40 ആൾ വേണമെന്ന്. ചുരുങ്ങിയത് 40 ആൾ വേണമെന്ന്. ഇമാം അബൂ ഹനീഫൻ്റെ ശിഷ്യൻ മുഹമ്മദ് ബിൻ ഹസനും പറഞ്ഞത് 4 ആളുണ്ടെങ്കിൽ ഖത്തീബും ഖുതുബ കേൾക്കാനുള്ള 3 ആൾ, അല്ലെങ്കിൽ നിസ്കരിക്കാൻ 3 ആൾ, ഇവരുണ്ടായാൽ ജുമുഅ സാധുവാകും. 4 ആൾ മതി. മനസ്സിലായില്ലേ? അതേസമയം ഇമാം അബൂ ഹനീഫൻ്റെ മറ്റൊരു ശിഷ്യൻ അബൂ യൂസുഫും അതുപോലെ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ ഇബ്നുൽ ഖയ്യിം ഒക്കെ പറഞ്ഞത് 3 ആളുണ്ടായാൽ ഖത്തീബും 2 ആളും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ജുമുഅ സാധുവാകും. 2 ആളുണ്ടായി. കാരണം എന്താ വെച്ചാൽ ഇദാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമുഅ, വെള്ളിയാഴ്ച ജുമുഅയിലേക്ക് വിളിക്കപ്പെട്ടാൽ ഫസ്ഔ ഇലാ ദിക്രില്ലാഹ് എന്നാണ്. അപ്പോൾ വിളിക്കേണ്ട ആൾ, പിന്നെ ഖത്തീബ്. മനസ്സിലായേ?
പിന്നെ ഒരാളും ഉണ്ടായിട്ടുണ്ടെങ്കിലായി പിന്നെ ജുമുആയി എന്നുള്ളതാണ്. 40 ആൾ വേണം എന്നുള്ളത് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ അഭിപ്രായമാണ്. ഷാഫിയാക്കൾ തെളിവിടിച്ച ഹദീസ് വേണം, അതാണ് ഇബ്നു ഹജർ ഇവിടെ കൊണ്ടുവന്നത്. പക്ഷേ ഇബ്നു ഹജർ അത് കൊണ്ടുവന്നപ്പോൾ റവാഹു ദാറഖുത്നി ബി ഇസ്നാദിൻ ദഈഫ് എന്ന് പറഞ്ഞു. പക്ഷേ ദഈഫ് അല്ല, ദഈഫുൻ ജിദ്ദൻ. കാരണം പിന്നെ റാവി തീർത്തും ദുർബലനാണ്. മാലിക്കികൾ പറഞ്ഞെന്താ അറിയോ? മാലിക്കികൾ പറഞ്ഞത് അവർ ഇത്ര എണ്ണം എന്ന് പറഞ്ഞില്ല. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് ഫൈദ ഖുലിയത്തി സ്വലാത്ത് ഫന്തശിറു ഫിൽ അർദ്. ജുമാ നിസ്കാരം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്താണ് ഭൂമിയിൽ ഇന്തിഷാർ ചെയ്യണം, വ്യാപിക്കണം എന്നാണ്. ഭൂമിയിൽ വ്യാപിക്കണം എന്നുണ്ടെങ്കിൽ 3 ആളൊന്നും വ്യാപിച്ചിട്ടുണ്ടെങ്കിൽ വ്യാപിച്ചു എന്ന് പറയില്ല. 3 ആൾ പള്ളിക്കെന്ന് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അവർ വ്യാപിച്ചു എന്ന് പറയില്ല. പിന്നെ വ്യാപിക്കാൻ കുറച്ച് ആളുകൾ വേണം. അതുകൊണ്ട് തന്നെ ഇത്ര എണ്ണം എന്നില്ല, പക്ഷെ എന്നാലും ഒരാൾക്കൂട്ടം ഉണ്ടായിരിക്കണം. അതാണ് ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ വീക്ഷണം. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചില പണ്ഡിതന്മാർ പറഞ്ഞു ചുരുങ്ങിയത് 12ആണ്. അത് ഇമാം അഹ്മദ് ബിൻ ഹംബലിൻ്റെ ഒക്കെ വേറൊരു അഭിപ്രായമാണത്. ചുരുങ്ങിയത് 12. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 12 ആളെ വെച്ചിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? ജുമുഅ നടത്തിയിട്ടുണ്ട്. ശരി, ഷെയ്ഖുൽ ഇസ്ലാം പറഞ്ഞതാണ്, ഇബ്നുൽ ഖയ്യിം ഇബ്നു തൈമിയൊക്കെ പറഞ്ഞതാണ്. എന്താ വെച്ചാൽ 3 ആളുണ്ടായാൽ തന്നെ എന്തായും ജുമുഅ സാധുവാകും. 40 ആൾ എന്നുള്ള ഷർത്തില്ല, 12 ആൾ എന്നുള്ള ഷർത്തില്ല. പിന്നെയോ ചുരുങ്ങിയ 3 ആളുണ്ടെങ്കിൽ തന്നെയും ജുമുഅ സാധുവാകും. ഷർത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 40 ആൾ തികഞ്ഞിട്ടില്ല എങ്കിൽ ജുമുഅ എന്തല്ല, സാധുവല്ല എന്നാണ് ഷർത്ത് എന്ന് പറയുമ്പോൾ. അത് പറയാൻ പറ്റില്ല. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശരിയാണ്, റസൂലുള്ള 40 ചുരുങ്ങിയ ആളുകളെ കൊണ്ട് എന്ത് ചെയ്തിട്ടില്ല, ജുമുഅ നിർവഹിച്ചിട്ടില്ല. അതാണ് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി മറ്റൊരു തെളിവ്. റസൂലുള്ള 40 കുറഞ്ഞ ആളുകളെ കൊണ്ട് ജുമുഅ നിർവഹിച്ചിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ 40 കുറഞ്ഞ ആളുകൾക്ക് കൊണ്ട് ജുമുഅ വന്നിട്ടുണ്ട്. എങ്ങനെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജുമുഅ നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോഴല്ലേ കച്ചവട സംഘം വന്നപ്പോൾ കുറേ ആൾ നീച്ചു പോയത്. അവർ നീച്ചു പോയതുകൊണ്ടാണ് എണ്ണം കുറഞ്ഞത് 12 പേർ. പക്ഷേ 12 പേരെ കൂടെ എന്ത് ചെയ്തിട്ടുണ്ട്? റസൂലുള്ള ജുമുഅ നിസ്കരിച്ചിട്ടുണ്ട്. അപ്പോൾ ജുമുഅ സാധുവാണ്. തയ്യിബ് അലാ കുല്ലിൻ മദത്തി സുന്നത്തു അന്ന ഫീ കുല്ലി 40 ഫസാഇദൻ ജുമുഅതൻ റവാഹു ദാറഖുത്നി ബി ഇസ്നാദിൻ ദഈഫല്ല, ദഈഫുൻ ജിദ്ദനാണ്. ഹദീസ് തെളിവിന് പറ്റൂല. ഈ ഹദീസ് തെളിവിന് പറ്റൂല. രണ്ടാമത്തെ ഹദീസ് അൻ സമുറത്ത് ബിൻ ജുന്ദുബിൻ റളിയല്ലാഹു തആല അൻഹു. ഹദീസ് സമുറയാണ്. അൻ സമുറത്ത് ബിൻ ജുന്ദുബിൻ റളിയല്ലാഹു തആല അൻഹു ഖാൽ അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം കാന യസ്തഗ്ഫിറു ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് ഫീ കുല്ലി ജുമുഅത്തിൻ റവാഹുൽ ബസ്സാർ ബി ഇസ്നാദിൽ ലയ്യിൻ. അല്ലേ, ബസ്സാറിൻ്റെ റിപ്പോർട്ടല്ലേ അത്? തയ്യിബ്. അൻ സമുറത്ത് ബിൻ ജുന്ദുബ് റളിയല്ലാഹു അൻഹു നിവേദനം. ഖാല, അദ്ദേഹം പറഞ്ഞു അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാന യസ്തഗ്ഫിറു, റസൂലുള്ള ഇസ്തിഗ്ഫാർ നടത്തുമായിരുന്നു. കാന യസ്തഗ്ഫിർ, റസൂലുള്ള മഗ്ഫിറത്തിന് തേടുമായിരുന്നു. ആർക്ക് വേണ്ടി? ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്, മുഅ്മിനീങ്ങൾക്കും മുഅ്മിനത്തുകൾക്കും വേണ്ടി ഇസ്തിഗ്ഫാർ നടത്തുമായിരുന്നു. ഫീ കുല്ലി ജുമുഅ, എല്ലാ ജുമുഅയിലും. റവാഹു അൽ ബസ്സാർ, ഇമാം ബസ്സാറാണ് ഇത് റിപ്പോർട്ട് ചെയ്തത്. പക്ഷേ ബി ഇസ്നാദിൽ ലയ്യിനായ സനദോടുകൂടി. ശരിയാണ്, ഹദീസ് ദുർബലാണ്. ഈ ഹദീസ് ദുർബലാണ്, മനസ്സിലായില്ലേ? പണ്ഡിതന്മാർ പറഞ്ഞത് ദഈഫുൻ ജിദ്ദൻ എന്ന് ഇതിനും പറയാം. കാരണം എന്താ വെച്ചാൽ അതിൽ യൂസുഫ് ഇബ്നു ഖാലിദ് അസ്സംതി എന്ന് പറയുന്ന റാവി ഉണ്ട്. യൂസുഫ് ഇബ്നു ഖാലിദ് അസ്സംതി എന്ന് പറയുന്ന റാവി, അയാൾ പിന്നെ മത്രൂക്കാണ്. മത്രൂക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മത്രൂക്കിൻ്റെ ഹദീസ് ദഈഫ് അല്ല, പിന്നെ ദഈഫുൻ ജിദ്ദനാണ്, തീർത്തും ദുർബലാണ്. പക്ഷേ ഹദീസിൻ്റെ സനദ് ദുർബലാണെങ്കിലും അതിൻ്റെ ആശയം നോക്കി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഅ്മിനുകൾക്കും മുഅ്മിനാത്തുകൾക്കും ഇസ്തിഗ്ഫാർ നടത്തിയിരുന്നു എന്നുള്ളതാണ്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹിനോട് ആഹ്വാനം ചെയ്തതാണ്. വസ്തഗ്ഫിർ ലിദംബിക വലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് ഇസ്തിഗ്ഫാർ നടത്തിയിട്ടുണ്ട്. പക്ഷേ ഈ ഹദീസ് എന്താണ്? അത് ദുർബലാണ്. ഖലാസ്. അടുത്ത ഹദീസ് ജാബിർ ബിൻ സമുറൻ്റെ ഹദീസ് അല്ലേ അത്? وعن جابر بن سمرة رضي الله تعالى عنه قال
അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം കാന ഫിൽ ഖുതുബത്തി യഖറഉ ആയാതി മിനൽ ഖുർആൻ യുദക്കിറുൻ നാസ്. അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം കാന ഫിൽ ഖുതുബത്തി യഖറഉ ആയാതി മിനൽ ഖുർആൻ യുദക്കിറുൻ നാസ്. റവാഹു അബൂ ദാവൂദ് വഅസ്ലുഹു ഫി മുസ്ലിം. അല്ലേ? റവാഹു അബൂ ദാവൂദ് വഅസ്ലുഹു ഫി മുസ്ലിമിൻ. എന്താ ജാബിർ ബിനു സമുറയുടെ ഹദീസിൻ്റെ അർത്ഥം? ജാബിർ ബിനു സമുറ പറയാണ്, അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഈ ഹദീസിൽ വന്ന റാവിമാരൊക്കെ ഏറെക്കുറെ നമുക്ക് മുമ്പ് വന്ന റാവിമാരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാന ഫിൽ ഖുത്ബ, ഖുത്ബയിലായിരുന്നു, യഖറഉ ആയാത്തിൻ മിനൽ ഖുർആൻ, ഖുർആനിൽ നിന്നുള്ള ആയത്തുകൾ ഓതുമായിരുന്നു. യുദക്കിറുൻ നാസ്, എങ്ങനെ? ജനങ്ങളെ ഉത്ബോധിപ്പിച്ചുകൊണ്ട് ഖുർആനിൽ നിന്നുള്ള ആയത്തുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുത്ബയിൽ ഓതുമായിരുന്നു എന്നാണ്. അപ്പോൾ ഖുത്ബ എന്ന് പറഞ്ഞാൽ എന്താ? ഖുർആൻ ആയത്തുകൾ ഓതിയിട്ട് ആളുകളെ ഉത്ബോധിപ്പിക്കലാണ്. ഒരായത്ത് ഓതണം എന്നൊക്കെ പിന്നെ എന്ത് ചെയ്തിട്ടുണ്ട്? പണ്ഡിതന്മാർ ഷർത്തായിട്ട് പറഞ്ഞിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചര്യ നമ്മൾ ഖുത്ബയിൽ പ്രയോഗിക്കുക എന്നുള്ളതാണ്. അതിന് ഷർത്ത് എന്ന് പറഞ്ഞാലും അതല്ല വാജിബ് എന്ന് പറഞ്ഞാലും അത് പണ്ഡിതന്മാർക്കിടയിൽ വീക്ഷണ വ്യത്യാസമുള്ളൊരു മസല കൂടിയാണ്. പക്ഷേ സുന്നത്തനുസരിച്ചാണ് ഖുത്ബ പറയേണ്ടത്. അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്ത് എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുത്ബയിൽ ആയത്തുകൾ ഓതും, എന്നിട്ട് ജനങ്ങളെ ഉത്ബോധിപ്പിക്കും. നമ്മളിവിടെ മുമ്പ് ഒരു ഹദീസ് പറഞ്ഞു. ആരുടെ ഹദീസ്? ഉമ്മ വറക്കൻ്റെ ഹദീസല്ലേ. അവർ പിന്നെ ഖാഫ് സൂറത്ത് കാണാതെ പഠിച്ചത് ഉമ്മു ഹിഷാം. അവരുടെ ഹദീസ് പറഞ്ഞത് പിന്നെ ഖാഫ് സൂറത്ത് അവർ ബൈഹാർട്ടാക്കിയത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖുത്ബയിൽ നിന്നാണ് എന്നുള്ളതാണ്. അപ്പോൾ ഖുർആൻ ഓതുക എന്നിട്ട് വിശദീകരിക്കുക എന്നുള്ളതാണ്. ഇന്ന് അതൊരു സങ്കടകരമായ വിഷയമാണ്. ഇന്നൊരു ആയത്ത് കേൾക്കണം എന്നുണ്ടെങ്കിൽ പിന്നെ എത്ര വെയിറ്റ് ചെയ്യണം ഖുത്ബയിൽ? ആളുകൾ ആയത്തുകൾ പിന്നെ ഓതിയിട്ട് ആളുകളെ ഉത്ബോധിപ്പിക്കുക എന്നതിന് പകരം എല്ലാ വാർത്തയും ഒരു ഖത്തീബ് കൊണ്ടുവരും. എന്നിട്ട് കുറേ പിന്നെ രാഷ്ട്രീയ നിരൂപണങ്ങളും അതേപോലെ തന്നെ സാമ്പത്തിക പിന്നെ വിശദീകരണങ്ങൾ, അങ്ങനെ കുറേ വിഷയങ്ങളായിട്ട് സാമൂഹിക പ്രശ്നങ്ങളും ഇതൊക്കെ ആയിട്ട് മൂപ്പരായിട്ട് പോകും. അതിൽ പത്രങ്ങൾ വായിക്കും, അതിൽ റിപ്പോർട്ടുകൾ വായിക്കും, പിന്നെ ഈ സ്ഥിതിവിവര കണക്കുകൾ വായിക്കും. ആയത്തുകൾ ഓതിയിട്ടുള്ള ഉത്ബോധനം പലപ്പോഴും വരുന്നില്ല. അതുകൊണ്ട് കാരണം എന്താ വെച്ചാൽ പല ഖത്തീബ്മാരുടെയും അവസ്ഥ അതാണ്. പലരും മതപരമായിട്ട് പഠിച്ചവരോ മതമായിട്ട് ദീനിബോധമുള്ള ആളുകളോ ആയിക്കൊള്ളണമെന്നില്ല. അത് കാരണത്താൽ തന്നെ ഈ ഒരു ശൂന്യത, ആയത്തുകൾ ഖുത്ബയിൽ പിന്നെ ഓതാതിരിക്കുക എന്നുള്ളതുണ്ടല്ലോ, അതൊരു ഫിത്നയാണ്. ഒരായത്ത് വർക്കത്തിന് ഓതുക എന്നുള്ളത് ഒരായത്ത് ഷർത്തൊപ്പിക്കാൻ ഓതുക എന്നുള്ളതല്ല. പിന്നെ ആയത്തുകളെ ഓതിയിട്ട് ആളുകളെ ഉത്ബോധിപ്പിക്കുക എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചര്യ അതാണ് ഇവിടെ അബൂ ദാവൂദ് റിപ്പോർട്ട് ചെയ്യുന്നത്. അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാന ഫിൽ ഖുത്ബത്തി യഖറഉ ആയാതി മിനൽ ഖുർആനി വയുദക്കിറുൻ നാസ്. ആയത്ത് ഓതിയിട്ട് എന്ത് ചെയ്യണം? മാഫി മുഷ്കിൽ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖുത്ബൻ്റെ പ്രത്യേകത റസൂൽ അതാത് സന്ദർഭങ്ങളിൽ ആളുകളെ ഉത്ബോധിപ്പിക്കലാണ്. മനസ്സിലല്ലേ? ഉത്ബോധിപ്പിക്കലാണ്. അപ്പോൾ അത് വിഷയങ്ങളെ ഉത്ബോധിപ്പിക്കാം. പക്ഷേ എന്ത് ചെയ്യണം? അതിനെ ഖൈറുൽ കലാമി കലാമുല്ലാഹ് വ ഖൈറുൽ ഹദി ഹദി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞിട്ട് നമ്മൾ തുടങ്ങുമ്പോൾ ആ ഖൈറുൽ കലാമോ ഖൈറുൽ ഹദിയൊക്കെ അതിലുണ്ടായിരിക്കണം. പക്ഷേ അത് ഖുത്ബയുടെ തുടക്കത്തിലൊരു മഞ്ജുവാക്കായിട്ട് മാത്രം മാറാൻ പാടില്ലതല്ല. പിന്നെയോ ഖുർആൻ ഓതിയിട്ട് തന്നെ എന്ത് ചെയ്യണം? ഏതൊരു വിഷയം സംജാതമായിട്ടുണ്ടെങ്കിലും ഏതൊരു വിഷയം ഉണ്ടായിട്ടുണ്ടെങ്കിലും അതിന് ദീനിലൊരു പരിഹാരം ഉണ്ടാവും, ദീനിന് അതിനൊരു എന്തുണ്ടാവും? ഇടപെടലുണ്ടാവും. അത് വിശുദ്ധ ഖുർആൻ ഓതിക്കൊണ്ട് ഹദീസുകൾ ഉദ്ധരിച്ചുകൊണ്ട് തന്നെ എന്ത് ചെയ്യേണ്ടത്? ആളുകൾ നിർവഹിക്കേണ്ടത്. അതാണ് മൂന്നാമത്തെ ഹദീസ്. ഇനി അടുത്ത ഹദീസ് താരിഖ് ബിൻ ശിഹാബിൽ നിന്നുള്ള റിപ്പോർട്ടല്ലേ. വഅൻ താരിഖ് ബിൻ ശിഹാബിൻ റളിയല്ലാഹു തആല അൻഹു ഖാൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ജുമുഅത്തു ഹഖ്ഖുൻ വാജിബുൻ അലാ കുല്ലി മുസ്ലിമിൻ ഫീ ജമാഅത്തിൻ ഇല്ലാ അർബഅത്തുൻ മംലൂകുൻ വംറഅത്തുൻ വസബിയ്യുൻ വമരീദുൻ. അങ്ങനെ നിങ്ങളുള്ളത് ഇല്ലാ അല അർബഅത്തിൻ. ജമീൽ. ഇല്ലാ അല അർബഅത്തിൻ. അപ്പം മംലൂക്കിൻ വംറഅത്തിൻ വസബിയ്യിൻ വമരീദ്, അങ്ങനെയല്ലേ? ഒക്കെ പിന്നെ മംലൂക്ക് അങ്ങനെ
നിങ്ങളതിലെന്താ? ഇല്ല അർബഅത്തുൻ. അർബഅത്തൻ എൻ്റെ അടുത്തുള്ള കിതാബിൽ അർബഅത്തുൻ എന്നാണ്. അർബഅത്തൻ എന്ന് വേണം, അർബഅത്തൻ എന്ന് വേണം മുസ്തസ്നയാകുമ്പോൾ. പക്ഷെ ഇവിടെ വ്യാകരണപരമായിട്ട് ഇവിടെ ഒരു വലിയ ഒരു വിഷയമുണ്ട് ഈ ഇസ്തിസ്നാവുമായി ബന്ധപ്പെട്ട്. عن طارق بن شهاب رضي الله تعالى عنه قال قال رسول الله صلى الله عليه وسلم الجمعة حق واجب على كل مسلم في جماعة إلا أربعة مملوك وامرأة وصبي ومريض. مملوك وامرأة صبي അങ്ങനെയല്ലേ? طيب مملوك ഇല്ല അല അർബഅത്തിൻ എന്നാകുമ്പോൾ ഗൈറ അർബഅത്തിൻ എന്നുള്ള അതേ മാനയിൽ ഗൈറ അർബഅത്തിൻ, ഇല്ല എന്നുള്ളതിന് ഗൈറ എന്നർത്ഥം. ഗൈറ അർബഅത്തിൻ 4 പേർ ഒഴികെ ആ അർത്ഥത്തിൽ. പക്ഷെ ഇവിടെ ഇല്ല അർബഅത്ത് എന്ന് പറയുമ്പോൾ ഇസ്തിസ്ന അതിൻ്റെ പിന്നെ യഥാർത്ഥ രീതിയിൽ. പിന്നെ 2 കുത്ത് ഇങ്ങനെ അർബഅത്ത് നട്ട് ഇതല്ലേ ഇങ്ങനെ ഇല്ലാല അർബഅത്തിൻ ഖൈർ മംലൂകുൻ വംറഅത്തുൻ വസബിയുൻ വമരീദുൻ. റവാഹു അബൂ ദാവൂദ് വഖാല ലം യസ്മഅ താരിഖുൻ മിനൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ലം യസ്മഅ താരിഖുൻ മിനൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഅഖ്റജഹുൽ ഹാകിമു മിൻ തരീഖി من رواية طارق المذكور عند ابن خزيمة. لا طيب رواه أبو داود وقال لم يسمع طارق من النبي صلى الله عليه وسلم وأخرجه الحاكم من رواية طارق المذكور عن أبي موسى الأشعري رضي الله عنه. اوكي طيب طارق بن شهاب നിവേദനം. وعن طارق بن شهاب رحمك الله طارق بن شهاب നിവേദനം قال رسول الله صلى الله عليه وسلم رسول الله صلى الله عليه وسلم തങ്ങൾ പറഞ്ഞു അൽ ജുമുഅത്തു ഹഖ്കുൻ. എന്താ അൽ ജുമുഅത്തു ഹഖ്കുൻ? ജുമുഅ ഹഖ്കുൻ വാജിബുൻ നിർബന്ധ ബാധ്യതയാണ്. അലാ കുല്ലി മുസ്ലിമിൻ എല്ലാ മുസ്ലിമിൻ്റെ മേലും, എല്ലാ മുസൽമാൻ്റെ മേലും. എങ്ങനെ? ഫി ജമാഅത്തായിട്ട് ഓരോ മുസ്ലിമിനും ജുമുഅ ഹഖ്കുൻ വാജിബുൻ നിർബന്ധ ബാധ്യതയാണ്. ഇല്ല അർബഅത്തൻ 4 പേരൊഴികെ. ആരാ 4 പേർ? അവർ മംലൂക്കുൻ ഒന്ന് അടിമയാണ്, വമ്രഅത്തുൻ മറ്റൊന്ന് സ്ത്രീയാണ്, വസബിയുൻ കുട്ടിയാണ്, വമരീദുൻ രോഗിയാണ്. അപ്പോൾ 4 പേർക്ക് എന്തില്ല? ജുമുഅ വാജിബില്ല, നിർബന്ധമല്ല. ഇതാണ് ഹദീസ്. ആദ്യ ഹദീസ് പറയുന്നത് നമുക്ക് ഇനി സനദിലേക്ക് വരാം. അല്ലെങ്കിൽ പിന്നെ താരിഖ് ബിൻ ഷിഹാബ് നമുക്ക് വന്നായിരിക്കും. താരിഖ് ബിൻ ഷിഹാബ് അൽ ബജലി, അദ്ദേഹം പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടിട്ടുണ്ട്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല. നബിയെ കണ്ടിട്ടുണ്ട്, ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല. അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ ഖിലാഫത്തിലാണ് അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം മുഖദ്റം എന്നാണ് അത്തരക്കാർക്ക് പറയാം. നബിയെ കണ്ടിട്ടുണ്ട്, നബിയെ കേട്ടിട്ടില്ല. താരിഖ് ബിൻ ഷിഹാബ്. കാരണം അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടിട്ടുണ്ടെങ്കിലും അദ്ദേഹം പിന്നെ ബുജൈലക്കാരനാണ്, ബജലി. അദ്ദേഹം പിന്നെ നബിയിൽ നിന്ന് നേരിട്ട് കേട്ടിട്ടില്ല. ഇസ്ലാം സ്വീകരിക്കുന്ന അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ ഖിലാഫത്തിലാണ്. അത്തരം ആളുകൾക്കാണ് മുഖദ്റം എന്ന് പറയുക. ഒരു പ്രത്യേക വകുപ്പാണ് മുഖദ്റം എന്ന് പറയുന്നത്. ഇപ്പോൾ താരിഖ് ബിൻ ഷിഹാബ് പറയുകയാണ് എന്ത്? അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു എന്ന്. അപ്പോൾ അതിൽ എന്തുണ്ട്? സനദിലൊരു പ്രശ്നമല്ലേ? കാരണം എന്താ? നബിയെ കേട്ടിട്ടില്ല അദ്ദേഹം. എന്നാലും ഹദീസ് സഹിയാണ്.
അൽ ജുമുഅത്ത് ഹക്കുൻ, അതെങ്ങനെ പറയാം? അൽ ജുമുഅത്ത് ഹക്കുൻ വാജിബുൻ, ജുമുഅ വാജിബായ ഹക്കാണ്. അല കുല്ലി മുസ്ലിമിൻ ഫി ജമാഅത്തിൻ ഇല്ല അർബ. മംലൂക്കിന് ജുമുഅ വാജിബില്ല, കാരണം മംലൂക്ക് അടിമയാണ്. അടിമ എപ്പോഴും തൻ്റെ സയ്യിദിൻ്റെ വിഷയത്തിൽ വ്യാപൃതനായിരിക്കും. അതുകൊണ്ട് തന്നെ അടിമക്ക് ജുമുഅ വാജിബല്ല എന്നാണ് പിന്നെ പറഞ്ഞത്, വാജിബല്ല. അതേപോലെ തന്നെ ഇംറഅത്തുൻ, സ്ത്രീ, അവർക്ക് ഒഴിവായുണ്ട് ഷറഈയായിട്ട്, അതുകൊണ്ട് ജുമുഅ വാജിബല്ല. സബി, കുട്ടി, അതേപോലെ തന്നെ മരീദ്, രോഗി, ഇവരുടെ ഒന്നും മേലുന്നില്ല, ജുമുഅ നിർബന്ധമല്ല. പക്ഷേ ഇവരൊക്കെ ജുമുഅ നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ സാധുവാവില്ലേ? ജുമുഅ നിസ്കരിച്ചാൽ മതിയാകും, ജുമുഅ നിസ്കരിച്ചാൽ മതിയാകും. അവർ ദുഹൂർ നിസ്കരിക്കേണ്ട കാര്യമല്ല, ജുമുഅ മതിയാകും. പക്ഷെ ചിലരുണ്ടല്ലോ, ഇപ്പോൾ ജുമുഅക്ക് 40 ആൾ എണ്ണം തികയണമെന്ന് അറിയില്ലേ? അവർക്ക് 40 ആൾ എണ്ണം തികയാണെങ്കിൽ ഇവരെ കൊണ്ട് എണ്ണം തേക്കാൻ പറ്റൂല. പിന്നെയോ ഈ വാജിബായ ആളുകൾ തന്നെ ആയിരിക്കണം എന്തുണ്ട് 40 എണ്ണം. അപ്പോൾ പിന്നെ ഇവരെ വെച്ച് നികത്തിയിട്ട് 40 തേക്കാൻ പാടില്ല എന്നുള്ളതാണ് അവരുടെ കണിഷ്ഠത. ഇത് താരിഖുൻ ഷിഹാബിൽ നിന്നുള്ള റിപ്പോർട്ടായതുകൊണ്ട് മുർസലിൻ്റെ ഹുക്കുമാണ്, മനസ്സിലായി. അതുകൊണ്ട് തന്നെ ചിലരൊന്നും എന്ത് ചെയ്തില്ല, ഈ റിപ്പോർട്ടിനെ മുഖവിലേക്ക് എടുത്തില്ല. ദാവൂദ് ദാഹിരിയും അതേപോലെ ഇബ്നു ഹസമും, ദാവൂദ് ദാഹിരി, ഇബ്നു ഹസം തുടങ്ങിയവരൊക്കെ പറഞ്ഞത്, അബ്ദുറഹ്മാൻ നാസർ സാദിയൊക്കെ വീക്ഷണക്കാരനാണ്, മംലൂക്കിന് ജുമുഅ നിർബന്ധമാണെന്നാണ്. മംലൂക്കിന് ജുമുഅ നിർബന്ധമാണ്. മംലൂക്കിന് അടിമക്ക് സയ്യിദിനോട് അവകാശം ഉണ്ടെങ്കിലും അതിലേറെ വലിയ അവകാശമാണ് ആരോട്? അള്ളാഹുവിനോട്. അതുകൊണ്ട് തന്നെ മംലൂക്കിന് പിന്നെ ജുമുഅ വാജിബാണ് എന്ന് വീക്ഷണമാണ് ദാവൂദ് ബാഹിരിക്ക്, അതേപോലെ ഇബ്നു ഹസമിനൊക്കെ. പിന്നെ ഭൂരിപക്ഷം പണ്ഡിതന്മാർ അടിമ, അതേപോലെ തന്നെ സ്ത്രീ, കുട്ടി, മരീദ്, ഇവരൊക്കെ ശറഈയായിട്ട് ഉഴുതുള്ളവരാണ്, ഒഴികഴിവുള്ളവരാണ്. അവരുടെ മേൽ നിർബന്ധമല്ല, പക്ഷേ അവർക്ക് ജുമുഅ നിസ്കരിക്കാവുന്നതാണ്, നിസ്കരിച്ചാൽ അതിൽ നിന്ന് സാധുവാകുന്നതാണ്. ഇവിടെ ഈ ഹദീസ് റവാഹു അബൂദാവൂദാണ് റിപ്പോർട്ട് ചെയ്തത്. വഖാൽ, അബൂദാവൂദ് പറഞ്ഞു, ലം യസ്മഅ താരിഖുൻ മിനൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആര് കേട്ടിട്ടില്ല? താരിഖ് കേട്ടിട്ടില്ല, ഹദീസ് കേട്ടിട്ടില്ല. കാരണം അദ്ദേഹം മുസ്ലിം ആയിട്ടില്ല, അന്ന് നബിയെ കണ്ടിട്ടുണ്ടെങ്കിലും കേട്ടിട്ടില്ല. അഖ്റജഹുൽ ഹാക്കിം, ഈ ഹദീസിനെ ഹാക്കിം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മിൻ റിവായത്തി താരിഖിനിൽ മദ്കൂർ, മനസ്സിലല്ലേ? താരിഖിൻ്റെ ഈ പറയപ്പെട്ട റിവായത്തുണ്ടല്ലോ, താരിഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പരാമർശിക്കപ്പെട്ടതായ റിവായത്തിലൂടെ ഈ ഹദീസിനെ ഹാക്കിം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആരിൽ നിന്ന്? അബൂ മൂസയിൽ നിന്ന്, അബൂ മൂസ അശ്ശരിയിൽ നിന്ന്. അപ്പോൾ ഈ ഹദീസിനെ ഹാക്കിം ആരിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്? അബൂ മൂസ അശ്ശരിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ താരിഖിൻ്റെ ഹദീസിന് എന്തായി? അതൊരു ബലായി. അതുകൊണ്ടാണ് ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്, താരിഖ് ഇബ്നു ശിഹാബ് റസൂലുള്ളാഹിയെ കേട്ടിട്ടില്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ ഈ റിപ്പോർട്ട് ബലപ്പെട്ടതാണ്. എന്തുകൊണ്ട്? ഇതിനെ ബലപ്പെടുത്തുന്ന വേറെ റിപ്പോർട്ടുണ്ട്, അബൂ മൂസ അശ്ശരിയുടെ റിപ്പോർട്ട് ഉള്ളതുകൊണ്ട്. അതുകൊണ്ട് ഹദീസ് സഹീഹ്. അൽ ജുമുഅത്തു ഹഖ്ഖുൻ വാജിബുൻ അലാ കുല്ലി മുസ്ലിമിൻ ഫി ജമാഅത്തിൻ ഇല്ലാ അർബഅതൻ മംലൂകുൻ വംറഅത്തുൻ വസബിയ്യുൻ വമരീദ്. ഇനി അടുത്ത ഹദീസ്, അത് ഇബ്നു ഉമറിൻ്റെ ഹദീസ് അല്ലേ? വാൻ ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹുമാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലൈസ അലാ മുസാഫിരിൻ ജുമുഅത്തുൻ. ഇത് പിന്നെ തബ്രാനിൻ്റെ അല്ലേ? റവാഹു തബ്രാനി ബി ഇസ്നാദിൻ ദഈഫ്, റവാഹു തബ്രാനിയു ബി ഇസ്നാദിൻ ദഈഫ്. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു നിവേദനം, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലൈസ അലാ മുസാഫിരിൻ, ഒരു യാത്രക്കാരനും ഇല്ല, എന്തില്ല? ജുമുഅത്തുൻ, ജുമുഅ അല്ല, യാത്രക്കാർക്ക് ജുമുഅ അല്ല. അപ്പോൾ ഇവിടെ മോളിൽ പറഞ്ഞ ഈ 4 കൂട്ടരുണ്ടല്ലോ, അവരിലേക്ക് ഒരാളും കൂടി, അതാരാ? മുസാഫിറാണ്. മുസാഫിറിനും മതപരമായിട്ട് ഒഴികഴിവുണ്ട്, അതുകൊണ്ട് പിന്നെ ജുമുഅ നിർബന്ധമല്ല. പക്ഷേ ഈ ഹദീസ് പിന്നെ റവാഹു തബ്രാനി, ഇമാം തബ്രാനിയാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. ആരിൽ? എങ്ങനെ? ബി ഇസ്നാദിൻ ദഈഫായ സനദോടുകൂടി. ഹദീസിൻ്റെ സനദ് ദഈഫാണ്. അതിന് അബ്ദുല്ലാ ഇബ്നു നാഫിഅ് എന്ന് പറയുന്ന, അബ്ദുല്ലാ ഇബ്നു നാഫിഅ് എന്ന് പറയുന്ന റാവിയുണ്ട്. അബ്ദുല്ലാ ഇബ്നു നാഫിഅ് ദുർബലനായ റിപ്പോർട്ടറാണ്, റാവിയാണ്. പക്ഷേ പിന്നെ
ഷെയ്ഖ് അൽബാനിയൊക്കെ പിന്നെ ഈ റിപ്പോർട്ടിന് ഈ ഹദീസിന് ബലപ്പെടുത്തുന്ന വേറെ റിവായത്തുകളുണ്ട് എന്ന നിലയ്ക്ക് ഇതിനെ ബലപ്പെടുത്തിയിട്ടുണ്ട്. അബ്ദുല്ലാഹി ബിൻ നാഫി ദുർബല റാവിയാണ് എങ്കിലും അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ടിനെ ബലപ്പെടുത്തുന്ന വേറെ റിപ്പോർട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പിന്നെ ഈ ഹദീസിൻ്റെ ആശയം എന്താണ്? ശരിയാണ്. മുസാഫിറിന് എന്തില്ല? ജുമുഅ നിർബന്ധമല്ല. മുസാഫിറിന് ജുമുഅ ഇല്ല. മുസാഫിരിങ്ങൾ ഒരിടത്ത് ജുമയിൽ പങ്കെടുത്താൽ സാധുവാകൂലേ? ജുമയിൽ പങ്കെടുത്താൽ സാധുവാകും, ശരിയാകും. പക്ഷേ മുസാഫിരിങ്ങളായിട്ടുള്ളവർക്ക് എന്തില്ല? ജുമുഅ അവർക്ക് നിർബന്ധമല്ല. ഒരു സംഘം ആളുകൾ ചെയ്ത് ഒരു സ്ഥലത്തേക്ക് യാത്ര പോയി, മനസ്സിലായില്ലേ? അവരവിടെ കൂടി, എന്നിട്ട് അവർ ജുമ സംഘടിപ്പിച്ചാലോ? ജുമ സംഘടിപ്പിച്ച് ജുമ സാധുവാകും. ചിലർ പറഞ്ഞ് ഇപ്പോൾ ഒരു സംഘം ആളുകൾ എന്ത് ചെയ്തു, ഒരു നാട്ടിൽ പോയി ഇറങ്ങി, അവരവിടെ ഇറങ്ങി കുറച്ച് ദിവസമായി, ഇനി അവിടെ പോകുമ്പോഴും കുറച്ച് ദിവസമായി. അപ്പോൾ അതിനിടയിലാണെങ്കിൽ അവർ ഒരു മുസാഫിറിൻ്റെ ഗണത്തിലല്ല, അവർക്ക് എന്ത് ചെയ്യാം? ജുമ സംഘടിപ്പിക്കാം എന്നുള്ളതാണ്. അതേസമയം ഒരു സംഘം ആളുകൾ എന്ത് ചെയ്ത് പോയി കുറച്ച് നേരം അവിടെ ഇരുന്നിട്ട് പിന്നെ യാത്ര തുടരുകയാണെങ്കിൽ അത്തരം ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ജുമ ഇല്ല എന്നാണ് ചില ഷറഹിൻ്റെ ഹദീസിനെ വിശദീകരിച്ച ആളുകൾ പറഞ്ഞത്. അലാക്കുല്ലിൻ ഈ ഹദീസ് അറിയിക്കുന്നത് മുസാഫിറിന് ജുമ നിർബന്ധമല്ല എന്നുള്ളതാണ്. ഇനി അടുത്ത ഹദീസ്, അത് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദിന്റെ ഹദീസ് അല്ലേ? وعن عبد الله بن مسعود رضي الله تعالى عنه كان رسول الله صلى الله عليه وسلم إذا استوى على المنبر استقبلناه بوجوهنا رواه الترمذي له بإسناد ضعيف. رواه الترمذي بإسناد ضعيف. طيب وله شاهد من حديث البراء عند ابن خزيمة. طيب ഇവിടെ ഹദീസ് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദിൽ നിന്നാണ് നിവേദനം. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് പറയാണ്, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളായിരുന്നു ഇദസ്തവ അലൽ മിമ്പർ, റസൂലുള്ള മിമ്പറിൽ ഇരുന്നാൽ, മിമ്പറിൽ ഉപവിഷ്ടനായാൽ, ഇദസ്തവ അലൽ മിമ്പരി, മിമ്പറിൽ റസൂലുള്ള ഉപവിഷ്ടനായാൽ, ഇസ്തഖ്ബൽനാഹു ഞങ്ങൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് പിന്നെ അഭിമുഖീകരിക്കും, ബി വുജൂഹിന ഞങ്ങളുടെ വുജൂഹ് കൊണ്ട്, വജൂഹ് കൊണ്ട്, ഞങ്ങളുടെ മുഖം കൊണ്ട്. അപ്പോൾ ഖത്തീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മിമ്പറിൽ കയറിയിട്ടുണ്ടെങ്കിൽ, ഉപവിഷ്ടനായിട്ടുണ്ടെങ്കിൽ ഞങ്ങളും റസൂലുള്ളാഹിയിലേക്ക് എന്ത് ചെയ്യുമായിരുന്നു എന്നാണ്? മുഖം തിരിച്ച് ഇരിക്കുമായിരുന്നു എന്നാണ് ഹദീസ്. ഈ ഹദീസ് റവാഹു തുർമുദി ബി ഇസ്നാദിൻ ദഈഫായ സനദോട് കൂടിയിട്ട് ഇമാം തുർമുദി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. ഹദീസ് ദഈഫാണിത്. കാരണം ഇതിൻ്റെ ദോഫ് അതിൽ പിന്നെ മുഹമ്മദ് ബിനുൽ ഫضൽ ഇബ്നു അത്തിയ എന്ന് പറയുന്ന റാവിണ്ട്. മുഹമ്മദ് ബിനുൽ ഫضൽ ഇബ്നു അത്തിയ, അദ്ദേഹം ദുർബലനായ റാവിയാണ്. ആ റാവി ഉള്ളത് കൊണ്ടാണ് തുർമുദിയുടെ റിപ്പോർട്ട് ദുർബലം എന്ന് പറഞ്ഞത്. റവാഹു തുർമുദി ബി ഇസ്നാദിൻ ദഈഫ്. പക്ഷേ പിന്നെ ഈ ഹദീസിനെ പിന്നെ ഇബ്നു ഖുസൈമയുടെ സഹീഹിൽ ബറാ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹു എന്നുള്ള മറ്റൊരു ഷാഹിദുണ്ട്. ബറാ ഇബ്നു ആസിബിൽ നിന്നുള്ള മറ്റൊരു ഷാഹിദുണ്ട്. വലഹു ഷാഹിദും മിൻ ഹദീസിൽ ബറാ ഇൻദ ഇബ്നു ഖുസൈമ. അങ്ങനല്ലേ? ഇബ്നു ഖുസൈമയുടെ അടുക്കൽ ബറായിൽ നിന്നുള്ള ഒരു ഹദീസ് ഇതിനെ ബലപ്പെടുത്തുന്ന രീതിയിലുണ്ട് എന്നാണ് പറഞ്ഞത്. ഏതായാലും പിന്നെ ഈ ഹദീസിന് കൊണ്ട് പിന്നെ അമലെടുക്കാം എന്നുള്ളിടത്താണ് പണ്ഡിതന്മാരുള്ളത്. അതിൽ മുഹമ്മദ് ഇബ്നുൽ ഫضൽ ഇബ്നു അത്തിയ എന്ന് പറയുന്ന റാവി ഉണ്ടെങ്കിലും ഇതിനെ ബലപ്പെടുത്തുന്ന വേറെ റിപ്പോർട്ടുള്ളത് കൊണ്ട് അതിൽ ഇഷ്കാലില്ല. അവിടെ എന്താ ഈ ഹദീസ് അറിയിക്കണം? എന്താ? കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദസ്തവ അലൽ മിൻബരി ഇസ്തഖ്ബൽനാ ബിവുജൂഹിന, എല്ലാവരും റസൂലുള്ളാഹിനെ നോക്കുമായിരുന്നു എന്നാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഒരാൾ ഖുത്ബ പറയുമ്പോൾ എങ്ങനെയാണ് ആളുകളൊക്കെ എന്ത് ചെയ്യണം? അദ്ദേഹത്തിലേക്ക് മുഖം കൊടുത്തിരിക്കുകയാണ് വേണ്ടത്. അദ്ദേഹത്തിലേക്ക് മുഖം കൊടുത്ത് ഇരിക്കുകയാണ് വേണ്ടത്. ഇന്ന് മസ്ജിദുൻ നബവിയിൽ എങ്ങനെയാണ്? കഴിയോ? കാരണം മസ്ജിദുൻ നബവി വിശാലമാണ്. അന്ന് അങ്ങനെയല്ല. മസ്ജിദുൻ നബവി
പിന്നെ എത്ര 100 മീറ്ററാണ്. അപ്പോൾ എല്ലാവർക്കും മുഖം കൊടുത്തിരിക്കണതിൽ പ്രശ്നമല്ല, മനസ്സിലായി. ഇന്ന് മുഖം കൊടുക്കാൻ പറ്റില്ല എന്ന് മാത്രമല്ല, ഇന്ന് മിമ്പറിൽ കയറിയിട്ടുണ്ടെങ്കിൽ കുറേ ആളുകൾ ഇമാമിൻ്റെ മുന്നിലാണ്, മനസ്സിലായി. ഇമാമ് ബാക്കിലാണ്, ഖത്തീബ് ബാക്കിലാണ്. കാരണം ഇന്നത്തെ മിമ്പർ എവിടെയാണ്? മിമ്പർ റൗദയിലാണ്. മിമ്പറിൽ ഖത്തീബ് കയറിയിട്ടുണ്ടെങ്കിൽ കുറേ സഫുകൾ മുന്നിലേക്കുണ്ട്, ഇല്ലേ? ഉണ്ട്. അപ്പം മുഖം കൊടുക്കൂലെന്ന് പറയാൻ പറ്റൂല എന്ന് മാത്രമല്ല, ബാക്കിലേക്കാണ്. അത് മസ്ജിദ് നബി വിപുലീകരിച്ചപ്പോൾ ആ വിപുലീകരണത്തിൽ ഉണ്ടായ പിന്നെ അതിൻ്റെ ആ പ്രത്യേകതയാണ്. റസൂലുള്ളാഹിൻ്റെ മിമ്പർ അത് സ്ഥാപിച്ചിടത്ത് എന്ത് ചെയ്തിട്ടില്ല, നീക്കിയിട്ടില്ല. ആ സ്ഥാനത്ത് നിന്ന് അവിടെ മിമ്പർ നീക്കിയിട്ടില്ല. കാരണം എന്താ? മിമ്പർ നീക്കാൻ പറ്റൂല. കാരണം അത് ശർഈയായ ഹദ് ഉണ്ടായിന്. കാരണം മാ ബൈന ബൈത്തി വ മിമ്പരി റൗദത്തു മിൻ റിയാദിൽ ജന്ന എന്നാണ്. എൻ്റെ വീടിൻ്റെയും എൻ്റെ മിമ്പറിൻ്റെയും ഇടയിലുള്ള സ്ഥലം സ്വർഗ്ഗത്തോപ്പാണെന്നാണ്. അപ്പോൾ അതിൻ്റെ അതിർത്തി അവിടെ ഉണ്ടാകണം. മാത്രമല്ല, അതുകൊണ്ട് തന്നെ മിമ്പറിൻ്റെ ഭാഗം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മിമ്പറിൻ്റെ ഭാഗം അവിടെ തന്നെയാണ്. എവിടെയാണോ റസൂലുള്ളാഹിക്ക് മിമ്പർ സ്ഥാപിച്ചത് അവിടെ തന്നെയാണ് ഇതുള്ളത്, മിമ്പറുള്ളത്. പക്ഷേ വീടുണ്ടല്ലോ, വീടിൻ്റെ ഭാഗം കുറേ എവിടേക്ക് എടുത്തിട്ടുണ്ട്? മതിൽ ഒരു 3 മീറ്ററോളം എന്ത് ചെയ്തിട്ടുണ്ട്? പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബറിടം അത് മതിൽ കെട്ടി ഭദ്രാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? ഇങ്ങോട്ട് എടുത്തിട്ടുണ്ട്. 3 മീറ്റർ പള്ളിയിൽ നിന്ന് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ റൗദ എന്ന് പറയുന്നുണ്ടല്ലോ, ആ റൗദ അത് അതിൻ്റെ യഥാർത്ഥ വലിപ്പത്തിലല്ല, കുറേ ഭാഗം എന്ത് ചെയ്തിട്ടുണ്ട്? അത് ഈ മതിൽ കെട്ടാൻ വേണ്ടിയിട്ട്, ഖബറുകൾ മതിൽ കെട്ടി ഭദ്രാക്കാൻ വേണ്ടിയിട്ട് മതിലുകൾ നിർമ്മിച്ചപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട്? കെട്ടെടുത്തിട്ടുണ്ട്. മനസ്സിലായില്ലേ? 3 മീറ്ററോളം എടുത്തിട്ടുണ്ട്. വൻമതിൽ നിർമ്മിച്ചപ്പോൾ പള്ളീൻ്റെ കുറേ ഭാഗം എടുത്തിട്ടുണ്ട്. അതെ വൻമതിൽ പള്ളിയുടെ ഭാഗത്തേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട് ഇങ്ങോട്ട്. അതേസമയം ഇവിടെ എന്ത് ചെയ്തില്ല, ഇത് മാറ്റിയിട്ടില്ല. കാരണം അത് റൗദത്തു മിൻ റിയാദിൽ ജന്നൻ്റെ അതിർത്തിയാണ്. റൗദൻ്റെ സ്ഥലം കുറഞ്ഞിട്ടുണ്ട് ഈ മതിലുണ്ടാക്കിയതോട്. ഏത്? അല്ല, മിഹ്റാബും അവിടെ മിഹ്റാബുണ്ട്. ഒന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കരിച്ച മിഹ്റാബുണ്ട്, മറ്റൊന്ന് തുർക്കികളുടെ കാലത്തുണ്ടായ മിഹ്റാബുണ്ട്. 2 മിഹ്റാബ് കാണാൻ റൗദയിൽ. ഇപ്പോൾ ഇമാമ് നിൽക്കുന്ന മിഹ്റാബ് എവിടെയാണ്? മുന്നിലാണ്. അതുകൊണ്ടാണ് എന്ത് ചെയ്യണത്? സഫുകൾ മുന്നിലുണ്ടെന്ന് നമ്മൾ പറഞ്ഞത്, തെക്ക് ഭാഗത്ത്. ഏതായാലും സഹാബികൾ പറയുന്നത് എന്താണ്? അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് പറയുന്നത് റളിയല്ലാഹു അൻഹു, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ഇസ്തവ അലൽ മിൻബരി ഇസ്തഖ്ബൽനാഹു ബിവുജൂഹിനാ റവാഹു തുർമുദി ബിഇസ്നാദിൻ ضعيف وله شاهد من حديث البراء عند ابن خزيمة. طيب, ഇനി അടുത്തൊരു ഹദീസ്. ഇതാണ് ബാബുൽ ജുമയിൽ അവസാനത്തെ ഹദീസ്. അവസാനത്തെ ഹദീസ് അൽ ഹക്കം ഇബ്നു ഹസൻ എന്നുള്ള ഹദീസ്. وعن الحكم ابن حزن رضي الله تعالى عنه قال شهدنا الجمعة مع النبي صلى الله عليه وسلم فقام متوكئا على عسن أو قوس رواه أبو داود. അതിൻ്റെ ഹുക്കം പറഞ്ഞിട്ടില്ല, ഹദീസിൻ്റെ ഹുക്കം അത്രയല്ലേ ഉള്ളൂ. റവാഹു അബൂ ദാവൂദ്. طيب, അൽ ഹക്കം ഇബ്നു ഹസനിൽ നിന്ന് നിവേദനം. അൽ ഹക്കം ഇബ്നു ഹസൻ അദ്ദേഹം അൽ കുൽഫി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ബനു കുലഫയാണ് അദ്ദേഹത്തിൻ്റെ ഗോത്രം. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ വിളിപ്പേര് അദ്ദേഹത്തിന് ചേർക്കപ്പെടുന്നത് അൽ കുൽഫി എന്നാണ്. കുൽഫി. ഈ അൽ ഹക്കം ഇബ്നുൽ ഹസൻ സഹാബിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് അദ്ദേഹം വന്നിട്ടുണ്ട്. ഒരു വഫ്ദായിട്ട് വന്നിട്ടുണ്ട്, ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്. അൽ ഹക്കം ഇബ്നു ഹസൻ അൽ കുൽഫി അദ്ദേഹം പറയാണ്, ഷഹീദുനൽ ജുമുഅ മഅൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊത്ത് ഞങ്ങൾ ജുമുഅയിൽ പങ്കെടുത്തു. നബിയോടൊത്ത് ഞങ്ങൾ ജുമുഅയിൽ പങ്കെടുത്തു. ഫഖാം, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിന്നു. മുതവക്കിയൻ ഊന്നിക്കൊണ്ട്, അല അസൻ ഒരു വടിയിൽ, ഔ ഖൗസിൻ അല്ലെങ്കിൽ ഒരു ഖൗസ് വില്ല്. ഖൗസ് എന്ന് പറഞ്ഞാൽ വില്ല്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു വടിയിൽ
അല്ലെങ്കിൽ ഖൗസിൽ വില്ലിൽ ഊന്നിക്കൊണ്ട് നിൽക്കുകയുണ്ടായി. മുതവക്കിഅൻ അലാ അസൻ ഔ ഖൗസിൻ. ഷഹീദുനൽ ജുമുഅത മഅൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖാമ മുതവക്കിഅൻ, റസൂലുള്ള ഊന്നി നിന്നു, അലാ അസൻ ഒരു വടിയിൽ, ഔ ഖൗസിൻ അല്ലെങ്കിൽ ഒരു വില്ലിൽ. റവാഹു അബൂദാവൂദ്, അബൂദാവൂദാണ് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഈ ഹദീസിൻ്റെ സനദിൽ ഷിഹാബ് ഇബ്നു ഖറാഷ് എന്ന് പറയുന്ന റാവിയുണ്ട്. ഷിഹാബ് ഇബ്നു ഖറാഷ്, ആ റാവി അതിൻ്റെ സനദിൽ ഉള്ളതുകൊണ്ട് ഈ ഹദീസ് സഹീഹാണോ അല്ലേ എന്നുള്ളതിൽ പണ്ഡിതന്മാർക്കിടയിൽ ഒരു വീക്ഷണ വ്യത്യാസം. പക്ഷേ ഈ ഹദീസിൻ്റെ സനദിനെ ബലപ്പെടുത്തുന്ന രീതിയിലുള്ള വേറെ റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ അബ്ദുല്ലാഹി ഇബ്നു സുബൈറിൽ നിന്ന്, അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസിൽ നിന്ന്, അതേപോലെ തന്നെ ബറാ ഇബ്നു ആസിബിൽ നിന്നൊക്കെ ഇതിലും ഹദീസ് വന്നിട്ടുണ്ട്. ഈ വിഷയത്തിൽ ഹദീസ് വന്നിട്ടുണ്ട്. റസൂൽ അങ്ങനെ വടിയിൽ അല്ലെങ്കിൽ ഒരു വില്ലിൽ ഊന്നി നിന്നിരുന്നു എന്നറിയിക്കുന്ന രീതിയിൽ ഹദീസ് വന്നിട്ടുണ്ട്. ഹദീസ് സഹിയാണ്. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മിമ്പർമേ ഖുത്ബ പറയുന്ന 2 ഘട്ടം ഉണ്ടായിട്ടുണ്ട്. ഒന്ന്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ഈത്തപ്പന കുറ്റിയിൽ കയറി നിന്നിട്ടായിരുന്നു ഖുത്ബ പറഞ്ഞിരുന്നത്. അന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വടിയും അതേപോലെ തന്നെ ഖൗസും ഊന്നിയിട്ട് ഖുത്ബ പറഞ്ഞത്. അറബികളുടെ ഖുത്ബയുടെ ഒരു പ്രത്യേകത കൂടിയാണത്. മനസ്സിലല്ലേ? എന്തെങ്കിലും ഒരു വടിയോ കുന്തമോ ഒക്കെ കുത്തിയിട്ട് ഖുത്ബ പറയുക എന്നുള്ളൊരു ശൈലിയുണ്ട്. ചിലപ്പോൾ ഈ വാളല്ല വല്ല അങ്ങനെ ഉണ്ട്. അതായത് ഇപ്പോൾ ഈ പ്രസംഗിക്കുന്ന ആളുകളുണ്ടല്ലോ, അറബികൾ പ്രസംഗിക്കുമ്പോൾ ചിലപ്പോൾ യുദ്ധവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണെങ്കിൽ വാളെ കുത്തിയിട്ട് ഇതിലൊക്കെ അങ്ങനെയൊക്കെ പ്രസംഗിക്കാറുണ്ട്. അത് അറബികളുടെ ഒരു പതിവാണ്. അത് ഏതായാലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ചിടത്തോളം ദീനാണ്. മനസ്സിലായില്ലേ? ഇതിലിപ്പോൾ നമ്മൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അനുധാവനം ചെയ്യണോ വേണ്ടേ എന്നുള്ളൊരു മസാല ഉണ്ട്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്തിനാണ് വടിയിൽ ഊന്നിയത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്തിനാണ് ഒരു വില്ലിൽ ഊന്നി നിന്നത്? അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ഈത്തപ്പന മുട്ടിയിൽ കയറി നിന്നിട്ടായിരുന്നു എന്ത് ചെയ്തിരുന്നത്? ഖുത്ബ പറഞ്ഞിരുന്നത്. മനസ്സിലായില്ലേ? നമ്മളിതിനു മുമ്പ് പറഞ്ഞ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ബനൂ നജ്ജാർ ഗോത്രക്കാരിയായ ഒരു അൻസാരി സ്ത്രീ റസൂലുള്ള ഇങ്ങനെ ഈ മുട്ടിയിൽ കയറി നിന്നിട്ട് ഖുത്ബ പറയുന്നത് പ്രയാസമായി കണ്ടപ്പോൾ അവരാണ് റസൂലുള്ളാഹിയോട് പറഞ്ഞത്, എനിക്കൊരു ആശാരിയുണ്ട്, ആ ആശാരിനെ കൊണ്ട് ഞങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു മിമ്പർ ഉണ്ടാക്കി തരാം. അങ്ങനെയാണ് അവരാണ് എന്ത് ചെയ്തത്, ആ സ്ത്രീ ആശാരിനെ പറഞ്ഞയച്ച്. എന്നിട്ട് അവർ അയാൾ പോയിട്ട് ചരിത്രത്തിൽ കാണാം, ഇന്ന് ഇതുണ്ടല്ലോ ബീർ റൂമാ കിണർ, ആ ഭാഗമൊക്കെ കാടായിരുന്നു. ആ ഭാഗത്ത് പോയിട്ട് അയാൾ കുറേ മരമൊക്കെ മുറിച്ചു കൊണ്ടുവന്നിട്ട് അതായിട്ട് എന്ത് ചെയ്ത് റസൂലുള്ളാഹിക്ക് 3 സ്റ്റെപ്പിൽ എന്തുണ്ടാക്കി, മിമ്പർ ഉണ്ടാക്കിയതാണ്. മിമ്പർ ഉണ്ടാക്കിയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിന്മേൽ കയറിയിട്ട് ഖുത്ബ പറഞ്ഞപ്പോൾ റസൂൽ എന്ത് ഉപയോഗിച്ചിട്ടില്ല? അസി ഉപയോഗിച്ചിട്ടില്ല, കൗസ് ഉപയോഗിച്ചിട്ടില്ല. അസയും കൗസും ഉപയോഗിച്ചിട്ടില്ല. പിന്നെയോ അതിന് മുമ്പുള്ള കാലഘട്ടത്തിലാണ് അസയും കൗസും ഉപയോഗിച്ച് റസൂൽ എന്ത് ചെയ്ത് ഖുത്ബ പറഞ്ഞത്. മനസ്സിലായോ? അതുകൊണ്ട് തന്നെ ഇബ്നുൽ ഖയ്യിമിനെ പോലുള്ളതായ പണ്ഡിതന്മാർ പറഞ്ഞത് എന്താണ്, ഖത്തീബ്മാർ ഒരു വടി ഊന്നി അല്ലെങ്കിൽ കൗസ് ഊന്നിയിട്ട് ഖുത്ബ പറയുക എന്നുള്ളത് എന്തല്ല, സുന്നത്തല്ല. അതൊരു സുന്നത്ത് അറിയാൻ പറ്റില്ല. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരാവശ്യം വന്നപ്പോഴാണ് എന്ത് ചെയ്തത്, ചെയ്തത്. പിന്നെ മിമ്പർ ഉണ്ടാക്കിയപ്പോൾ റസൂൽ എന്ത് ചെയ്തിട്ടില്ല, കൗസ് ഉപയോഗിച്ചിട്ടില്ല, ആസി ഉപയോഗിച്ചിട്ടില്ല. മിമ്പർ ഉണ്ടാക്കുന്നതിന് മുമ്പും ശേഷവും റസൂലുള്ളാഹി വാൾ ഉപയോഗിച്ചിട്ടില്ല. വാള് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് ചെയ്തില്ല, ഒരിക്കലും ഉപയോഗിച്ചിട്ടില്ല. മനസ്സിലായി? ചിലർ വാൾ ഉപയോഗിക്കുന്നത് ഒരു വിവരക്കേട് പ്രചരിപ്പിക്കാനാണ്. വാളുകൊണ്ടാണ് ഇസ്ലാം പ്രചരിച്ചത് എന്നുള്ളതിന് ഒരു ചിഹ്നമായിട്ട് എന്ത് ചെയ്യുക, വാള്, അതും മരത്തിൻ്റെ വാളുണ്ട് എന്ത് അത് ശരിയല്ല, തീർത്തും ശരിയല്ല. വാളുകൊണ്ട് ദീന് പ്രചരിച്ചു എന്നുള്ളതും തെറ്റാണ്. ദീന് പ്രചരിച്ചത് അള്ളാൻ്റെ കിതാബ് കൊണ്ട് റസൂലുള്ളാഹിൻ്റെ സുന്നത്ത് കൊണ്ടാണ്. വഹി കൊണ്ടാണ് ദീന് പ്രചരിച്ചത്, വാളുകൊണ്ടല്ല. അതുകൊണ്ട് തന്നെ അതിനൊരു സിമ്പൽ എന്നോണം വാൾ ഊന്നുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കലും വാൾ ഊന്നിയിട്ട് ഖുത്ബ പറഞ്ഞിട്ടില്ല. അത് മിമ്പർ ഉണ്ടാക്കുന്നതിന് മുമ്പുമില്ല ശേഷമല്ല. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പുതിയ മിമ്പർ വരുന്നതിന് മുമ്പാണ് എന്ത് ചെയ്തത്, വാൾ അല്ലെങ്കിൽ വില്ല് അല്ലെങ്കിൽ വടി ഊന്നിയിട്ട് ഖുത്ബ പറഞ്ഞിട്ടുള്ളത്. മനസ്സിലായോ? അതാണ് അതിൽ മനസ്സിലാക്കാനുള്ളത്. അൽ ഹകം ഇബ്നു ഹസൻ അൽ കുലഫി റളിയല്ലാഹു തആല അൻഹു പറയാണ്, ഷഹീദന അൽ ജുമുഅത മഅൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫകാമ മുതവക്കിയൻ അലാ അസൻ ഔ ഖൗസിൻ. റവാഹു അബൂ ദാവൂദ്. ഇതാണ് ജുമുഅയുടെ വിഷയത്തിൽ അവസാനത്തെ ഹദീസ് നമുക്കുള്ള, അല്ലേ? ജുമുഅയുടെ ബാബുൽ ജുമുഅയിൽ ബുലൂഗുൽ മറാമിൽ വന്ന അവസാനത്തെ ഹദീസ് ഇത്രയാണ്. എങ്ങനെ മിമ്പറിൻ്റെ
ഇല്ലല്ല, മിമ്പർ 3 സ്റ്റെപ്പായിരുന്നു. ഒന്ന് ആദ്യത്തെ സ്റ്റെപ്പ് കയറി നിൽക്കാൻ, പിന്നെ രണ്ടാമത്തേൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കയറി നിന്നിട്ട് മൂന്നാമത്തേൽ റസൂലുള്ള ഇരിക്കുമായിരുന്നു, രണ്ടാമത്തേമോ കാല് വെക്കുമായിരുന്നു. മനസ്സിലായോ? അങ്ങനെ 3 സ്റ്റെപ്പുള്ളൊരു ഇതായിരുന്നു. അത്ര തന്നെ ഉള്ളൂ. അല്ലാതെ അതിലിപ്പോൾ പിന്നെ അങ്ങനെയല്ല, 3 സ്റ്റെപ്പുകളായിരുന്നു റസൂലുള്ളാഹിൻ്റെ മിമ്പറിന്. അത്രയാണ് അല്ല ചരിത്രത്തിൽ വായിക്കാൻ പറ്റിയ. ഇല്ല, അത് കച്ചവടത്തിൽ വ്യാപൃതരായി. അന്ന് അങ്ങനെയാണ്. മദീനയിലൊരു വറുതിയാണ് മൊത്തത്തിൽ. അതിന് മദീനയിൽ നിന്നുണ്ട് ഒരു വറുതിൻ്റെ ഒരു വിഷയമുണ്ട്. പിന്നെ ഈ കച്ചവടം വരുന്നത് എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ആരവത്തിലാണ്. മനസ്സിലായില്ലേ? ഇപ്പം ഈ നേർച്ചയൊക്കെ വരൂലേ, നല്ല മുട്ടും വിളിയിലാണ് വരിക. അങ്ങനെയാണ്. പിന്നെ കച്ചവട സംഘം വരുമ്പോൾ അന്ന് അങ്ങനെയാണ്, മുട്ടും വിളിയൊക്കെ ആയിട്ടാണ് വരിക. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് വൈദാർ ഔ തിജാറത്തൻ ഔ ലഹ്വൻ ഇൻഫദ്ദു ഇലൈഹ. അവർ തിജാറത്ത് കണ്ടാൽ, ലഹ്വ് കണ്ടാൽ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ലഹ്വ് കണ്ടാൽ. എന്താ ഈ ലഹ്വ്? ലഹ്വ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുട്ടും വിളിയാണ്. മനസ്സിലായി? അതിൻ്റെ ആരവത്തിലാണ് കച്ചവട സംഘം വരിക. അപ്പോഴാണ് എന്ത് ചെയ്യുക, ആളുകൾ അറിഞ്ഞിട്ട് വന്നിട്ട് എന്ത് ചെയ്യുക, സാധനം കൊള്ളുക. അപ്പോൾ കച്ചവട സംഘം വരുമ്പോൾ പിന്നെ മൗനികളായിട്ടല്ല, പിന്നെ നല്ല മുട്ടും വിളിയും ഒക്കെ ഉണ്ടാവും. അതോടുകൂടിയാണ് വരിക. അങ്ങനെയാണ് ഇത് വന്നത്, ഈ കച്ചവട സംഘം. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മിമ്പറിലായിരുന്നു ആളുകൾ ചുമ്മാ കേൾക്കണത്. ആദ്യ കാലഘട്ടത്തിലല്ലേ. അപ്പോൾ ഇവർക്കൊക്കെ ആവശ്യക്കാരാണ്. മാത്രമല്ല ആദ്യം പോയിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യും, സാധനം കിട്ടില്ല. മദീനത്തെ യഹൂദന്മാരും മറ്റൊക്കെ അല്ലേ, അപ്പോൾ അവരൊക്കെ വാങ്ങിക്കൊണ്ടുപോകും. അപ്പോൾ ഇതിൻ്റെ ആവശ്യകത മാനിച്ചും അതേപോലെ തന്നെ ഇത് പിന്നെ പെട്ടെന്ന് കിട്ടാനും ഒക്കെ പാടെ വേണ്ടിയിട്ട് എന്ത് ചെയ്ത് എല്ലാവരും ഇറങ്ങിപ്പോയി. മനസ്സിലായി? ഇറങ്ങിപ്പോയി 12 പേരാണ് ബാക്കിയായത്. ചില റിപ്പോർട്ടുകളിൽ ആ ശേഷിക്കുന്നവർ കൂടി പോയിരുന്നുവെങ്കിൽ തീ വന്ന് ഈ താഴ്വാരം അവരെ നക്കി തുടക്കുമായിരുന്നു എന്നുള്ള മുന്നറിയിപ്പുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് വന്ന മുന്നറിയിപ്പ്. അലാ കുല്ലിൻ പിന്നെ അന്ന് അവർക്ക് പിന്നെ അനിവാര്യതയായിരുന്നു, ആവശ്യമായിരുന്നു. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വിഷയത്തിൽ എന്ത് ചെയ്തു, പിന്നീട് പിന്നെ ആയത്തിറക്കി. ഖുൽ മാ ഇൻദല്ലാഹി ഖൈറുൻ മിനൽ ലഹ്വി വ മിനത് തിജാറ വല്ലാഹു ഖൈറുർ റാസിഖ് എന്നുള്ള ആയത്തിറക്കിയതോടുകൂടി പിന്നെ ആ വിഷയം എന്ത് ചെയ്ത് അവരിൽ അത് പരിഹരിക്കപ്പെടുണ്ടായി. ഖുതുബയ്ക്ക് മിമ്പറ ഷർത്തൊന്നുമല്ല, മിമ്പറ ഷർത്തല്ല. പക്ഷേ മിമ്പറില്ലാതെ ഖുതുബ പറഞ്ഞിട്ട് എന്ത് ചെയ്ത് നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ ജുമുഅ ശരിയായി. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉയർത്ത് കയറുന്നിട്ടായിരുന്നു ആളുകളെ അഭിസംബോധന ചെയ്യുന്ന എല്ലാ ആളുകളെയും കഴിയുന്നത്ര കാണാനും, അതേപോലെ തന്നെ ആളുകൾക്ക് പ്രാസംഗികനെ ഖുതുബ അറിയുന്നവനെ കാണാനും ഒക്കെ എന്താണ് അത് പിന്നെ അതേപോലെ ഖുതുബ ഉൾക്കൊള്ളാൻ ഗ്രഹിക്കാനൊക്കെ അത് സഹായകമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഖുതുബക്ക് പ്രത്യേക വേഷം ഉണ്ടായിരുന്നു, വേഷം വേണം. അതുകൊണ്ടല്ലേ ഉമർ റളിയല്ലാഹു അൻഹു ഒരു നല്ല ഒരു പട്ട് എന്തോ കിട്ടിയപ്പോൾ റസൂലെ നിങ്ങൾക്ക് വഫ്ദുകളെ സ്വീകരിക്കാനും ഈദിനും ഇത് ഉപയോഗിക്കാമെന്നൊക്കെ പറഞ്ഞേ. അപ്പോൾ ഒരു പിന്നെ പ്രത്യേക വേഷം അത് ഖത്തീബിനുണ്ടാകണം. ഖത്തീബാണെന്ന് തോന്നിക്കുന്ന രീതിയിൽ, അല്ലാതെ പാൻറ്റും കോട്ടുവിട്ട് ഇന്നാക്കി ഹക്കായി മനസ്സിലാക്കുവാനും അത് പിൻപറ്റുവാനും ബാത്തിലായി മനസ്സിലാക്കുവാനും അതിൽ നിന്നും അതിൻ്റെ ആളുകളിൽ നിന്നും വിട്ടു നിൽക്കാനും അള്ളാഹു നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും.